അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെയും സൈന്യത്തിനെതിരെയും പ്രതിഷേധം ശക്തമാകുന്നു. സാമ്പത്തിക പ്രതിസന്ധിയും ജീവിത ചിലവിലെ കുത്തനെയുള്ള വർധനവും ജനങ്ങളെ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിന് നേരെ പാകിസ്ഥാൻ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അവിടുത്തെ ജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ മുൻപേ പുറത്തു വന്നതാണ്. ഉയർന്ന വൈദ്യുതി നിരക്കിനും അവശ്യ ധാന്യങ്ങളുടെ വിലക്കയറ്റത്തിനുമെതിരെയായിരുന്നു ആദ്യം അവിടെ പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാനെതിരെ പ്രതിഷേധം ആരംഭിച്ചത്. എന്നാൽ ദിവസങ്ങൾ പിന്നിടുന്നതിനിടെ തന്നെ പ്രക്ഷോഭം കൂടുതൽ രാഷ്ട്രീയ സ്വഭാവം അത് കൈക്കൊള്ളുകയും പാകിസ്ഥാൻ ഫെഡറൽ സർക്കാരിനും സൈന്യത്തിനുമെതിരായ ശക്തമായ പ്രതിഷേധമായി മാറുകയും ചെയ്തു. ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടം പ്രദേശത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങളും സ്വയംഭരണ അവകാശങ്ങളും ദുർബലപ്പെടുത്തുകയാണ് എന്നതാണ്. പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ പോലും പരിഗണിക്കപ്പെടുന്നില്ല എന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുമായുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഇന്ത്യയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും വ്യാപാരത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടുകൂടി തന്നെ പ്രദേശത്തെ സമ്പദ് വ്യവസ്ഥ തകർന്നു എന്നതാണ് പ്രതിഷേധക്കാരുടെ വാദം. ഇന്ത്യയുമായുള്ള വ്യാപാരം പുനരാരംഭിച്ചാൽ വിലക്കയറ്റം കുറയ്ക്കുവാനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും സാധിക്കുമെന്നതാണ് അവർ പറയുന്നത്. അതേസമയം ഭക്ഷണ വസ്തുക്കളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും വിതരണത്തിൽ പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നതും ഗുരുതര ആരോപണവും പ്രതിഷേധ സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. ഇതോടുകൂടി തന്നെ പ്രദേശത്തെ ജനങ്ങളുടെ അതൃപ്തി ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. പാക് അധിനിവേശ കാശ്മീരിൽ ഉയരുന്ന ഈ പ്രതിഷേധം വെറും ഒരു സാമ്പത്തിക വിഷയമല്ല, മറിച്ച് രാഷ്ട്രീയവും ഭരണപരവുമായ അതിൽ അസന്തുഷ്ടതയുടെ പ്രകടനമാണ് എന്നതാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ജനങ്ങളുടെ അതൃപ്തി വർദ്ധിക്കുന്നതിന്റെ സൂചനയും ഈ പ്രക്ഷോഭത്തെ കാണുന്നുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന ആവശ്യം ഉയരുന്നതിനിടെ തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ സാഹചര്യം ഏത് ദിശയിലേക്ക് നീങ്ങുകയാണ് എന്നതാണ് ഇപ്പോൾ എല്ലാവരും, അതായത് അവിടെ വലിയ രീതിയിൽ ശ്രദ്ധയാകർഷമായി അല്ലെങ്കിൽ ശ്രദ്ധാകേന്ദ്രമായി തന്നെ മാറുന്നത്. വൈദ്യുതി നിരക്കും ഗോതമ്പ് വിലയും ഉയർത്തിക്കൊണ്ട് ഫെഡറൽ സർക്കാർ പാക് അധിനിവേശ കാശ്മീരിനെ അവിടെ ഞെരുക്കുകയാണ്. ഗോതമ്പിന് സബ്സിഡി വേണമെന്നും വൈദ്യുതി നിരക്ക് കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരങ്ങൾ നിരത്തിലിറങ്ങുകയും പാക് അധിനിവേശ കാശ്മീരിന്റെ വികസനത്തെ തകർക്കാനാണ് ഫെഡറൽ സർക്കാരും സൈന്യവും ശ്രമിക്കുന്നതെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. പാകിസ്ഥാൻ വഴങ്ങുന്നില്ല എങ്കിൽ ഇന്ത്യയുമായുള്ള വ്യാപാര സാമ്പത്തിക ബന്ധത്തിന് ബദൽ പാത ഒരുക്കുമെന്നും ഇവിടെ വ്യക്തമായി തന്നെ നേതാവ് ഇവിടെ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യയുടെ ഭാഗമാണ് എന്നും അതേപോലെ തന്നെ LOC കടന്നുകൊണ്ട് അവിടെ വ്യാപാരം നടത്തിയാലും GST ബാധകമാണ് എന്നും ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ഹൈക്കോടതി അടുത്തിടെ തന്നെ വാദിച്ചിരുന്നു. POK ഇന്ത്യയുടെ അവിഭാജ്യ ഘടകവും കേന്ദ്രഭരണ പ്രദേശവുമായ ജമ്മു കാശ്മീരിന്റെ ഭാഗവുമാണ്. LOC കടന്നുകൊണ്ട് വ്യാപാരം നടത്തിയാലും അത് അവിടെ ആ ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ നടന്ന വ്യാപാര ഇടപാടായി തന്നെ കണക്കാക്കൂ എന്നതാണ് വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ GST നിയമം ബാധകമാണ് എന്നും കോടതി പറഞ്ഞിരുന്നു. പുൽവാമ ആക്രമണത്തിന് മുൻപേ തന്നെ ഇസ്ലാമാബാദ്, ഉറി, റവേൽകോട്ട്, അതേപോലെ തന്നെ ചാക്കാൻ ദി ബാഗ്, അതായത് പൂഞ്ച് മേഖലകളിലെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപാരം നടത്തിയിരുന്നതായി തന്നെ ഇവിടെ വിവരങ്ങൾ പുറത്തു വരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.